നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ജോയ്ക്കായുള്ള തിരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചു. നാളെ രാവിലെ രക്ഷാദൗത്യം തുടങ്ങും. ടണലിൽ നിന്ന് ലഭിക്കുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ. നഗരസഭ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. വിഴിഞ്ഞത്ത് നിന്ന് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നാളെ തീരം വിടും. കണ്ണൂർ എക്സിക്യൂട്ടീവ് പയ്യോളിയിൽ നിർത്തിയില്ല. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ജീപ്പിടിച്ച് വീഴ്ത്തി ചാക്കിക്കൊണ്ട് തലക്കടിച്ചു. രക്ഷപ്പെട്ടത് ഭാഗ്യം. ദുരന്തം വിവരിച്ച് KCB ജീവനക്കാരൻ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നാളെയോടെ വിഴിഞ്ഞത്ത് നിന്നും പുറപ്പെടും. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കിയത്. മദർഷിപ്പ് തീരം വിട്ട ശേഷം കണ്ടെയ്നറുകൾ തുറമുഖത്ത് നിന്നും ചെറുകപ്പലുകളിലേക്ക് മാറ്റുന്ന ഫീഡർ വെസലുകൾ തീരത്തെത്തും. സംസ്ഥാനത്തിന്റെ ആകെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ചരക്കുകപ്പൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ടത്. ഇന്നലെ രാത്രിയോടെ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും ഇറക്കി. വിഴിഞ്ഞം തീരത്ത് നിന്നും കപ്പൽ യാത്ര തിരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കണ്ടെയ്നറുകളുടെ പുനഃക്രമീകരണം നടക്കുന്നതിനാൽ നാളെ മാത്രമേ സാൻ ഫെർണാണ്ടോയുടെ മടക്കയാത്ര ഉണ്ടാകൂ. 1930 കണ്ടെയ്നറുകളാണ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയിൽ നിന്നും വിഴിഞ്ഞത്ത് ഇറക്കിയത്. മദർഷിപ്പിലെ കണ്ടെയ്നറുകൾ തുറമുഖത്ത് നിന്നും ചെറുകപ്പലുകളിലേക്ക് മാറ്റുന്ന ഫീഡർ കപ്പൽ മറീൻ അസർ തുറമുഖ പരിധിയിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. എന്നാൽ മദർഷിപ്പ് തീരത്ത് നിന്നും മടങ്ങിയതിനു ശേഷം മാത്രമായ ഇവ തീരത്ത് എത്തുകയുള്ളൂ. ചൈനയിൽ നിന്നും വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തു നിന്നും കൊളംബോയിലേക്കും തുടർന്ന് യൂറോപ്പിലേക്കും കപ്പലിലേക്ക് സഞ്ചരിക്കും. ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് പയ്യോളി സ്റ്റേഷനിൽ നിർത്താതെ പോയതിൽ വിശദീകരണം തേടി റെയിൽവേ. ഇന്നലെ രാത്രിയാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കോഴിക്കോട് പയ്യോളിയിൽ നിർത്താതെ പോയത്. സംഭവത്തിൽ ലോക്കോ പൈലറ്റ് അടക്കമുള്ള ജീവനക്കാരോട് വിശദീകരണം നൽകാൻ നിർദ്ദേശിച്ചു. സ്റ്റേഷൻ പിന്നിട്ട വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്റ്റേഷൻ ഇല്ലാത്ത ഇരിങ്ങൽ ഭാഗത്ത് ട്രെയിൻ നിർത്തി. ഇവിടെ കുറച്ച് യാത്രക്കാർ ഇറങ്ങിയെങ്കിലും മറ്റുള്ള യാത്രക്കാർ തയ്യാറായില്ല. അടുത്ത സ്റ്റേഷനായ വടകരയിലാണ് മറ്റുള്ളവർ ഇറങ്ങിയത്. ഇവിടെ യാത്രക്കാർ പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഇരിങ്ങലിൽ ഇറങ്ങിയ യാത്രക്കാർക്കുള്ള വാഹന സൗകര്യം റെയിൽവേ ഒരുക്കി നൽകുകയും ചെയ്തു. ആമയഞ്ചാൻ തോട്ടിലകപ്പെട്ട ജോയ്ക്കായുള്ള ഇന്നത്തെ രക്ഷാദൗത്യം അവസാനിപ്പിച്ചു. അതിന് പരിശോധന നാളെ രാവിലെ തുടങ്ങും. ഫയർഫോഴ്സ് സ്കൂബ ടീം പരിശോധന നടത്തിയതായി. രക്ഷാദൗത്യം ദുഷ്കരമെന്ന് സ്കൂബ ടീം അറിയിച്ചു. വെള്ളം പമ്പ് ചെയ്തിട്ട് പോലും കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിൽ നിന്ന് ഒരു കവർ പോലും ഇളക്കി വരുന്ന സ്ഥിതിയില്ലെന്ന് സ്കൂബ ടീം പ്രതികരിച്ചിരുന്നു. രക്ഷാദൗത്യം പെട്ടെന്നൊന്നും നടക്കില്ല. മാലിന്യം 1.5 മീറ്ററോളം പൊക്കമുള്ള ബ്ലോക്കായി കിടക്കുകയാണ്. ചെളി കൂടെ ചേർന്ന് കിടക്കുന്നു. ഫുൾ പവറിൽ വെള്ളം അടിച്ചു പോലും അത് കിട്ടുന്നില്ല. ഓരോ കഷ്ണങ്ങളായി ഇളക്കി മാറ്റേണ്ടി വരും. കവർ പോലും ഇളകുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ സ്കൂബ ടീം പ്രതികരിച്ചത്. വെള്ളം അടിച്ച് പിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ദൗത്യം നീണ്ടുപോകും. ഇറിഗേഷൻ വകുപ്പ് ബാക്ക് വാഷ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് അറിഞ്ഞത്. വലിയ അളവിൽ വെള്ളം കെട്ടി നിർത്തി ഒരുമിച്ച് ഒഴുക്കിവിടുന്നതാണ് ബാക്ക് വാഷിംഗ്. സമ്മർദ്ദത്തിൽ ഒരുപക്ഷെ മാലിന്യം ഇളകി വന്നേക്കാം. 24 മണിക്കൂർ കഴിഞ്ഞില്ലേ ബോഡി ഒഴുകി വന്നേക്കാം. അകത്ത് കയറിയാൽ മാത്രമേ ഭീകരത മനസ്സാവൂ എന്നും സ്കൂബി ടീം പറഞ്ഞു. ടണലിൻ്റെ 70% പരിശോധിച്ച ശേഷമായിരുന്നു വെള്ളം പമ്പ് ചെയ്ത് മാലിന്യം ഇളക്കിവിട്ടത്. റെയിൽവേക്കെതിരെ തിരുവനന്തപുരം നഗരസഭ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. റെയിൽവേക്ക് മാലിന്യ സംസ്കരണ സംവിധാനമില്ല. റെയിൽവേയുടെ മാലിന്യങ്ങളാണ് ടണലിൽ നിന്ന് ലഭിക്കുന്നതെന്നും മേയർ. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ റെയിൽവേ തോട്ടിലേക്ക് തുറന്നു വിടുന്നുണ്ടെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ആമയഞ്ചൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയ്ക്കായുടെ രക്ഷാപ്രവർത്തനത്തിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ. ജീപ്പിടിച്ചു വീഴ്ത്തി ജാക്കി കൊണ്ട് തലക്കടിച്ചു. രക്ഷപ്പെട്ട് ഭാഗ്യം. ദുരന്തം വിവരിച്ച് KCB ജീവനക്കാരൻ. ജീവൻ രക്ഷപ്പെട്ടത് തലനാരയ്ക്കെന്ന് കാസർഗോഡ് ചിറ്റാരിക്കലിൽ ആക്രമണത്തിനിരയായ KCB ഉദ്യോഗസ്ഥൻ അരുൺകുമാർ. കേടായ മീറ്റർ മാറിയതിൽ പ്രതി സന്തോഷ് പ്രകോപിതനായെന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയെന്നും അരുൺ പറഞ്ഞു. കാസർഗോഡ് ചിറ്റാരിക്കൽ സല്ലോമ്പുഴയിലാണ് സംഭവം. കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കുന്നതിന് തർക്കത്തെ തുടർന്ന് KCB ജീവനക്കാരെ വാഹനം പിടിച്ചതായാണ് പരാതി. നല്ലോമ്പുഴ മാരിപ്പുറത്ത് ജോസഫിൻ്റെ വീട്ടിൽ കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കുന്നതിലെ തർക്കമാണ് ആക്രമണത്തിലേക്ക് എത്തിയത്. കേടായ മീറ്റർ മാറ്റാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു ജോസഫ്. KCB ജീവനക്കാരെത്തി മീറ്റർ മാറ്റി തിരിച്ചു പോകുന്നതിനിടയിൽ ജോസഫിൻ്റെ മകൻ സന്തോഷ് ജീപ്പിലെത്തി ബൈക്കിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. ബൈക്കിൽ നിന്ന് വീണ ജീവനക്കാരെ വാഹനത്തിൻ്റെ ജാക്കി ലിവർ വെച്ചും അടിച്ചു. സംഭവത്തിൽ KCB ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി. പരിക്കേറ്റ അരുൺകുമാർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊല്ലാശ്രമം. പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസ്.
കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. അക്രമം നടത്തിയ സന്തോഷ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. ഇന്ധനം നിറച്ചതിൻ്റെ പണം മുഴുവൻ നൽകാതെ പോകാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണം. കണ്ണൂർ സിറ്റി DHQ ഡ്രൈവർ സന്തോഷ് കുമാർ കാറുമായി ടൗണിലെ NKBT പമ്പിലെത്തി 2100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. തുടർന്ന് 1900 രൂപ മാത്രം നൽകി പോകാൻ ശ്രമിച്ചു. പമ്പിലെ ജീവനക്കാരൻ പള്ളിക്കൽ സ്വദേശിനിയിൽ ബാക്കി പണം കൂടി നൽകണമെന്നാവശ്യപ്പെട്ടു. ഇതിന് കൂട്ടാക്കാതിരുന്ന സന്തോഷ് ജീവനക്കാരെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു. ബോണറ്റിൽ പിടിച്ചിരുന്ന അനിലുമായി വാഹനം ഏറെ ദൂരെ മുന്നോട്ട് പോവുകയും ചെയ്തു. വാഹനം നിർത്തിയത് ട്രാഫിക് പോലീസ് സ്റ്റേഷന് അടുത്തായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ സന്തോഷ് മറ്റൊരു പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചു കയറ്റിയിരുന്നു. പരാക്രമം വിവാദമായതോടെ സന്തോഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. സസ്പെൻഷൻ അടക്കമുള്ള വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷൻ വ്യക്തമാക്കി. മഴ, ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കാർ വൈദ്യുതി തൂണിലിടിച്ച് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുതി തൂണിലിടിച്ച് തെറിച്ചു വീണ് യുവാവ് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ചു. ബദിയടുക്കയിലെ ബേക്കറി തൊഴിലാളി സ്വദേശി കലന്തർ ഷമ്മാസ് 21 മരണപ്പെട്ടത്. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാറിലുണ്ടായിരുന്ന സഹോദരൻ മൊയ്തീൻ സർവാദിന് പൊള്ളലേറ്റു. ഇന്നലെ രാത്രി 10 മണിക്കാണ് സംഭവം. ഇവർ സഞ്ചരിച്ച KL 14T 7481 നമ്പർ കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കലന്തർ ഷമ്മാസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ സഹോദരൻ മൊയ്തീൻ സർവാദിനെ ചെങ്കളയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാവിനക്കട്ടയിലെ നുള്ളിപ്പടി അബ്ദുള്ളയുടെയും ഫാത്തിമയുടെയും മകനാണ്. സഹോദരങ്ങൾ ഷബീർ, സവാദ്, സുഫേൽ ബദിയടുക്ക പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. കേരളത്തിൽ വീണ്ടും അതിതീവ്ര മഴ. നാളെ റെഡ് അലേർട്ട്. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം അതിതീവ്രമാകുന്നു. കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതും ന്യൂനമർദ്ദപാത്തിയും ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിൽ മഴ അതിതീവ്രമാകാൻ കാരണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് നാളെ 3 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതെന്നാണ് പ്രവചനം. ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.